എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്ത് പറ്റിയാളിയാ? ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. ഞാനിന്ന് പറയുന്നത് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരത്തെ ഗണേഷ് കുമാറിനെ പറ്റിയാണ്. ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സത്യം. അപ്പൊ ഒരു 1 year ബാക്ക് ഞാൻ കേരളക്കര മൊത്തം ഫേമസ് ആകുന്ന ഒരു കിട്ടിലെ കണ്ടന്റ് ചെയ്തായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ബ്ലോഗർ സഞ്ജു ടെക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. എന്താ ആട്ടോ പോതുമാക്കുളന്ത്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. എന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് അവനൊന്ന് അറിയട്ടെ. ഇതിനെതിരെ നമ്മുടെ ഗണേഷ് കുമാർ എന്തോ പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നു? ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിയും. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇത് കുറച്ച് ഓവറല്ലേ? ഒയ്യോ, കുറച്ച് ഓവറായില്ല. ആൾക്കാരെ ശ്രദ്ധിക്കൂ. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. ഇത് പ്രശ്നമാകും. മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ഇപ്പോഴാണ് വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. നിന്റെ ലൈസൻസ് പോയി, എന്റെ ലൈസൻസ് പോയി. നിന്റെ ജോലി പോയി, പക്ഷെ എന്റെ ജോലി പോയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്. അണ്ണന്റെ അന്തസ്സും മാന്യതയെ കുറിച്ചൊന്നും പറയേണ്ട കേസ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് റീച്ച് ഭയങ്കരമായിട്ട് കൂട്ടി അണ്ണന സ്ഥാനത്ത് വലിച്ച് താഴത്തോട്ട് ഇറക്കി ഇപ്പൊ അണ്ണൻ വീട്ടിൽ ഈച്ചടിച്ചിരിക്കുക. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. ഇനി ആരും സൂത്രം കാണിച്ചാ. ഗണേഷ് കുമാറിന്റെ ആദ്യ ലൈസൻസ് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണെന്നും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കുഴപ്പമാവൂല്ലേ? ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ. ഇത് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം ലൈസൻസ് സംഘടിപ്പിച്ചിരിക്കുന്നു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. വെറുതെ ചിരിപ്പിക്കരുത്. അദ്ദേഹത്തിന് വാഹനം ഓടിക്കാനായിട്ട് ഇനി ലൈസൻസ് ഉണ്ടാവില്ല. ഇതിനൊരു തീരുമാനം വരും. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? അന്ന് 18 വയസ്സ് മുന്നേ ലൈസൻസ് എടുത്തിട്ട് അഭിനയിച്ച് നടക്കും ഇത്ര നാട്ടിൽ ലൈസൻസ്. അത് പിന്നെ ഞാൻ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അപ്പ ഇത്രയും കഷ്ടപ്പെട്ട് 8 എല്ലാം എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത നമ്മളെ കാര് മണ്ടന്മാരാ. ഉത്തരം പറ. അത് പറങ്ങട്. ഇത്തരം അവസരങ്ങളിൽ എന്നാ ചെയ്യണ്ടെന്നറിയാമല്ലോ. MD ഒന്നും വെല്ലുവിളിക്കണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെ എനിക്ക് ഗണേഷിനോട് പറയാനുള്ളത്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. നീ MVDനെ വെല്ലെന്ന് വിളിക്കേണ്ട ഒരാവശ്യമില്ല. നീ നന്നായിട്ട് ചമ്മി നിക്കാന്ന് എനിക്കറിയാം. പണ്ട് 18 വയസ്സാണേലും മുമ്പ് തന്നെ ഉടായ്പ കള്ളത്തരം കാണിച്ച് ലൈസൻസ് ഉണ്ടാക്കിയതല്ലേ നീ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. ഞാനൊരു കണ്ടന്റ് ചെയ്ത് ഞാൻ കാർ പോലും ഓടിച്ചിട്ടില്ല ഗൈസ്. എന്നിട്ട് എന്റെ ലൈസൻസ് കെട്ടിയത്, എന്റെ വണ്ടിയുടെ RC ബുക്ക് കെട്ടിയത് നല്ല ഒന്നാം തരം പാലക്കാടൻ കുത്തരി തിന്നാൻ തരുന്ന എന്റെ കുത്തിക്കഴപ്പല്ലേ നീ കാണിച്ചത്. പിറ്റേ ദിവസം തൊട്ട് ഒരാഴ്ചത്തേക്ക് ഫ്രണ്ട് പേജിലാണ് എന്റെ ഫോട്ടോ വന്നത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ട് എന്റെ ലൈസൻസ് RC ഒക്കെ കട്ട് ചെയ്തല്ലേ. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നാട്ടുകാരെ ഗവൺമെന്റിനെ പറ്റിച്ച ഗണേശിന് നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അതിന് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പറ്റുമോ? 18 വയസ്സിന് മുമ്പേ ലൈസൻസ് കിട്ടും, അതിനകത്ത് MLA എന്ന് പേരും. ഒരുമാതിരി കുത്തണ വർത്താനം പറയരുത്. ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു അന്തസ്സിന് ചേർന്നല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. സംസ്കാരത്തിനെ കുറിച്ചൊന്നും പറയല്ലോ എന്റെ മുത്ത. ഞാനിവിടെ എന്തൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കു മനുഷ്യ. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അല്ല, അബോടി നമ്മക്കോടണ്ടേ? ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും നിങ്ങൾ കുത്തിപ്പോക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിപ്പോ 18 വയസ്സ് മുമ്പ് ലൈസൻസ് കിട്ടിയ കാര്യം മുതൽ ഈ 2026 വരെയുള്ള എല്ലാ കാര്യങ്ങളും, കാരണം അത്രയും നാളായിട്ട് നിങ്ങൾ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സ് ഗതാഗത മന്ത്രി. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. ഇനി വരുന്ന ഗതാഗത മന്ത്രിയോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഈ പൈസയുടെ കൊഴുപ്പ് കൊണ്ട് ഇങ്ങനെയെല്ലാം കാണിച്ച് ആൾക്കാരെ, നാട്ടുകാരെ, ഗവൺമെന്റിനെ എല്ലാരെയും പറ്റിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെ നിങ്ങൾ എടുക്കണം. അപ്പൊ ഇത് എന്നെയും കൊണ്ടേ പോവൂ. എന്നാ പിന്നെ ഞാൻ അങ്ങട്